ഞങ്ങളിന്ന് കരിയാത്തൻപാറയിലെത്തിയിരിക്കുകയാണ്. കരിയാത്തൻ പാറകളും കരിയാത്തൻ കാവുകളും ഒന്നിലധികമായതുകൊണ്ട് കൂരാച്ചുണ്ടിലെ കരിയാത്തൻ പാറ എന്ന് പറയുന്നതാവും ശരി. ഈ കാണുന്ന വലിയ പാറക്കൂട്ടങ്ങളെയാണ് കരിയാത്തൻ പാറ എന്നറിയപ്പെടുന്നത്. ആ പാറയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനെടുക്കുന്നത് മാഷ് പറയുകയാണ്, ഇവിടെ ഇരുന്നിട്ട് പറയും ഇതാണ് കരിയാത്തൻ പാറ. മാഷ് സംസാരിക്കും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ സംസാരത്തിനെക്കാട്ടും മാഷ സംസാരമാണ് എനിക്കിഷ്ടം. മാഷ ആ മരത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ കണ്ടവിടെ പോയിരിക്കുക, ഞാനും കുറച്ചു നേരം പോയിരിക്കും. പുഴ ഇവിടെ കൈവഴിയായി പിരിഞ്ഞ് അരുവിയായി ഒഴുകുന്നു. ഓരങ്ങളിൽ പച്ചിലക്കാടുകൾ, നിലത്ത് ഉരുളൻ കല്ലുകൾ ചേർന്ന് അവിടെ അല്പസമയം ഇരിക്കാൻ നമുക്ക് തോന്നും. പുഴ എവിടെ നിന്നോ ഒഴുക്കിക്കൊണ്ടുവന്ന് ഇവിടെ കാണുന്ന കല്ലുകൾക്ക് രൂപമാറ്റം വന്നിട്ടുണ്ട്. കല്ലുകളെല്ലാം കോഴിമുട്ടകളും ഒട്ടകപ്പക്ഷി മുട്ടകളുമായി മാറിയിട്ടുണ്ട്. ഓരോ കല്ലിനുമുണ്ടല്ലോ ഒരു കഥ പറയാൻ. എല്ലാം സഹിക്കുന്ന ഒരു മരമാണിത്. വേനലിൽ താൻ വെയിലേറ്റാലും തണൽ നൽകണം. പുഴ കൊത്തിയൊഴുകുമ്പോൾ കടപുഴകാതെ നോക്കണം. മഴയെ ചെറുത്തു നിൽക്കണം. പുഴ ഒരു ജീവിതത്തിന് തുല്യമാണ്. ജീവജാലങ്ങൾക്ക്, സസ്യജാലങ്ങൾക്കും അത് എക്കാലവും സന്തോഷം നൽകുന്നു. ചുറ്റുഭാഗവും മാമലകളുടെ നിരകളും കാണാം. വെള്ളമൊഴുകി ഒഴുകി വൻപാറകൾ മിനുസമായിരിക്കുന്നത് കാണാം. അതിനിടയിലൂടെ കുണുങ്ങി കുണുങ്ങി ഒഴുകുന്ന പുഴ കാണാം.
മഴക്കാലത്ത് ഘോരരൂപിണിയായാണ് ഒഴുകുന്നത് എന്ന് അടയാളങ്ങളിൽ നിന്ന് മനസ്സിലാവും. അതപ്പോൾ പാറക്കൂട്ടങ്ങളുടെ രൂപം മാറ്റുന്നു. കരിയാത്തൻ പാറയും അങ്ങനെ തന്നെ മാറിപ്പോയതാവാം. പുഴ വയനാട്ടുകാരിയാണ്. വയനാട്ടിൽ നിന്നൊഴുകി ബാണാസുര സാഗർ, കക്കയം, പെരുവണ്ണാമൊഴി എന്നീ ഡാമുകളെ തൊട്ടുകൊണ്ട് കടന്നാണ് അരുവികളായി കൂടിച്ചേർന്ന് ഇവിടെ എത്തുന്നത്. പുഴ സൃഷ്ടിച്ചിരിക്കുന്ന ആഘാതം ഇവിടെ കാണാൻ പറ്റും. പുഴയിൽ പാറയിൽ കൂടി പുഴ പലവട്ടം ഒഴുകിയതിൻ്റെ ചാലുകൾ പാറ മിനുസപ്പെട്ട് പാറയുടെ മുകൾ ഭാഗത്തുള്ള പരിപരിപ്പൊക്കെ പോയിരിക്കുന്നു. കല്ലുകളൊക്കെ ഒരു തരം കോഴിമുട്ടയുടെ ആകൃതിയിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ മുകൾ ഭാഗം കോഴിമുട്ട ആകൃതിയിലേക്ക് വന്നു. അതൊക്കെ പുഴകൾ ഒഴുകിയുണ്ടായ ആഘാതങ്ങളാണ്. കുറേ കാലം കൊണ്ട് മാറ്റം വരുമല്ലോ. കണ്ണായ മല്ലായും അതിൻ്റെ ഇപ്പോൾ പുഴ ശക്തിയായി ഒഴുകാത്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കാം പാറകൾക്ക് വന്ന മാറ്റം. മലകൾ, അതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തുമുള്ള മലകൾ ഒരു വലിയ കാഴ്ചയാണിവിടെ. ഇത്രയധികം അതേപോലെ തന്നെ മലകൾ, പലതരത്തിലുള്ള മലകൾ, ഒന്നും മുട്ടക്കുന്നുകളല്ല, എല്ലാം നല്ല ബലഭൂയിഷ്ടമായ പാറകളാണ് കാണാൻ കഴിയുന്നത് ചുറ്റുഭാഗം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ. മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് കിട്ടുന്നുണ്ടോ നോക്കും. ഇവിടെ പ്രധാനമായും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. കിട്ടുന്നുണ്ടോ? എല്ലാ ഭാഗങ്ങളും നോക്കുമ്പോഴും പച്ച പിടിച്ച്, അതേസമയത്ത് ജനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയപ്പോൾ റബ്ബർ സാധനങ്ങളും കാണുന്നുണ്ട്. കാടുകളോടൊപ്പം തന്നെ, വലിയ കാടുകളോടൊപ്പം തന്നെ അവയിൽ പ്രധാനം കുടിക്ക് വേണ്ടിയാണ്. അതുപോലെ വെള്ളം കണ്ടതു മുതൽക്ക് അത് ഒഴുക്ക് കൂടുതലില്ലാത്തത് കൊണ്ട് ഇവിടെ വരുന്ന സന്ദർശകർ കുളിച്ച് ആഹ്ലാദിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളാണ് കുളിക്കുന്നത്. അതിന് പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. കരിയാത്തൻപാറയിലെ സുഖകരമായ കാലാവസ്ഥയെ കേട്ടറിഞ്ഞ് 2 പശുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. AC-യിൽ അല്പനേരം ഇരിക്കാൻ വേണ്ടിയാണ് വന്നത്. അതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നു കാണുന്നില്ല. അവർക്ക് ഇവിടം വിട്ടു പോകാൻ മനസ്സില്ലെന്നാണ് തോന്നുന്നത്.
ആ തോണിക്കടവിൻ്റെ ഒരു തോണിയുടെ അവശിഷ്ടത്തിനകത്ത് വെള്ളത്തിനകത്ത് കാണാം. ഇപ്പോൾ ഇവിടെ ബോട്ട് സർവീസ് ഇല്ല, അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പുഴേൻ്റെ ഒരു ജംഗമ സ്ഥലമാണ്, കൂടിച്ചേരുന്നുണ്ട് എല്ലാം കൂടി. ഒരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. 3-4 ഭാഗത്തുനിന്നും വെള്ളം വന്ന് നിന്നിട്ട് മരങ്ങളെല്ലാം നല്ല കാടുകളായി നിൽക്കുന്ന ഒരു സ്ഥലം, ജംഗമസ്ഥലം. ഇത് ഒരു പ്രകൃതി സൗന്ദര്യം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നിലെല്ലാം മലകൾ കാണാം, മലകൾ കാണാം. ഞങ്ങൾ ഇവിടുത്തെ പ്രൊജക്റ്റിലുള്ള ആരോടെങ്കിലും അന്വേഷിക്കാമെന്ന് കരുതി. ഏതായാലും ഞങ്ങൾ ഉയരമുള്ള ടവർ കയറാൻ തന്നെ ഇവിടെ കാണികൾക്ക് നോക്കി ആസ്വദിക്കാൻ പറ്റിയ സൗകര്യങ്ങളെല്ലാം, ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ടവറിൻ്റെ 4ാമത്തെ നിലയിലെത്തുന്നത്. അവിടെയാണ് മലമുകളിലെ അബ്ദുള്ളയെ പരിചയപ്പെടുന്നത്. ടവർ കഫ്തീരിയ നടത്തുന്നു. എല്ലാ വെറൈറ്റി ലഘുഭക്ഷണങ്ങളും ഇവിടെ കിട്ടും. അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഒപ്പം ഇവിടെ നിന്ന് പകർത്തിയ തോണിക്കടവും കാണാം. കടവായിരുന്നു. ആ കടവിലെ ആളുകളെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തോണി കടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ അയാൾ കുറേ കാലം ആ ഒരു സേവനം നാട്ടുകാർക്ക് നൽകി. അങ്ങനെ ആ തോണി മറിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. അതൊരു കേട്ടുകേൾവിയാണ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. അങ്ങനെയാണ് ഇതിന് തോണിക്കടവ് എന്ന് പേര് പറഞ്ഞതെന്ന് കേൾക്കാൻ അറിയുന്നു. പിന്നെ ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് ഇവിടെ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു, അന്ന് ടൈമും ഇല്ല. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 9 മണി വരെ ഇവിടെ സന്ദർശകരുണ്ടാകാറുണ്ട്. പിന്നെ ഈ പുഴ എന്ന് പറയുന്നത് അണക്കെട്ടിൻ്റെ ഒരു അരുവിയാണ്. പെരുവണ്ണാമൊഴി അണക്കെട്ടിൻ്റെയും കക്കയം ഡാമിൻ്റെയും അതിൽ നിന്ന് വരുന്ന അരുവികളാണ്. പിന്നെ ഇവിടെ വെള്ളം ചില സമയത്ത് നല്ലോണം കൂടാറുണ്ട്. പിന്നെ പൊതുവിൽ ഈ ഒരു ഇതിലാണ് നിൽക്കൽ. വന്യമൃഗങ്ങളെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ചില സമയങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം ഒരു കാട്ടുപോത്തിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ മരണപ്പെട്ട്. പിന്നെ ആനകൾ ഇറങ്ങാറുണ്ട്, പന്നികളെ ശല്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ സന്ദർശകർക്ക് തന്നെ ഇവിടെ വന്ന് പ്രകൃതി ആസ്വദിക്കലാണല്ലോ, എല്ലാവർക്കും മനസ്സ് നിറഞ്ഞാണ് പോക്ക്. ഈ ബിൽഡിങ്ങിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ ആണോ ബിൽഡിങ്ങിൻ്റെ ഇതിൻ്റെ പേര് ക്ലോക്ക് ടവർ എന്നാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയ സ്ഥാപനം കൂടിയാണ്. ഇതിൻ്റെ പേര് ടവർ കഫ്റ്റീരിയ എന്നാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്. ഇപ്പം നിങ്ങൾ വന്ന സമയത്ത് ആളില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വെറൈറ്റികളാണ് ഇവിടുത്തെ പ്രത്യേകത. കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ പകർത്തുന്നത്. അതിൽ കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളം അരുവികളായി ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെ ഒരു കടവ് ആണ്. തോണിക്കടവ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന കടവാണ് ആ കാണുന്നത്. അതിൻ്റെ ഒരു ചരിത്രം, മുമ്പ് ഒരു കടവുകാരനുണ്ടായിരുന്നു അവിടെ, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഈ കടവിന് തോണിക്കടവ് എന്ന പേര് കിട്ടിയെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. കാടിൻ്റെ മുകൾഭാഗം കാണാൻ ഈ ക്ലോക്ക് ടവറാണ് ഏറ്റവും നല്ലത്. സമീപ പ്രദേശത്തെ കുന്നുകളും മലകളും, വലിയ മലകളും ഭംഗിയായിട്ട് ഇവിടെ നിന്നാൽ കാണാം. കാണുമ്പോൾ നല്ല ഭംഗിയും ഒരു സമഗ്രമായ വീക്ഷണം
ഈ കുന്നുകളെ പറ്റി ഇതിനെ പറ്റി തോണിക്കടവിനെ പറ്റി നമുക്കുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കിട്ടും. പാകെ കൂടി നോക്കിയാൽ ഇവിടെ കരിയാത്തമ്പാറ പോലെ തന്നെ ചുറ്റുഭാഗവും മലകളാൽ ഇങ്ങനെ ചുറ്റിപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള പ്രതീതിയാണ് നമുക്കുണ്ടാവുക. അതാണ് താനും. അകലെയുള്ള മലകളൊക്കെ പച്ച പിടിക്കാതെ വെറും നീല നിറത്തിലും കാണാം. വളരെ ഈ ഭാഗങ്ങളൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശമാണെന്ന് തോന്നിപ്പിക്കുന്നത് ഭാഗങ്ങളാണിതൊക്കെ. മലയോര പ്രദേശമാണ്. കാടുകളെ കൊണ്ട് വലിയൊരു ഉപദ്രവമൊന്നും ഇല്ലാത്ത കാടുകളാണെന്നാണ് പറയുന്നത് ഇവിടെയുള്ള കാടുകളൊക്കെ.